യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകളിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കും. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്. മലയാറ്റൂർ കുരിശുമര കയറാൻ 10,000-കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. കുറിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് വന്ന് സ്റ്റെഫിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ദുഃഖവെള്ളി എങ്ങനെയാണ് ആചരിക്കുന്നത്? തിരുവനന്തപുരത്തെ ദേവാലയങ്ങളിൽ ഭക്തജനങ്ങൾ എങ്ങനെയാണ് സാന്നിധ്യം അറിയിക്കുന്നത്? അവയുടെ ഫലം അനുഭവിച്ചു വരും ഇപ്പോൾ എവിടെ? തിരുവനന്തപുരത്ത് കുരിശിന്റെ വഴി തുടങ്ങിക്കഴിഞ്ഞു. കത്തോലിക്ക സഭകളുടെ എല്ലാം നേതൃത്വത്തിൽ പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നാണ് കുരിശിന്റെ വഴി ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും 14 സ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് നഗരം ചുറ്റിക്കൊണ്ട് കുരിശിന്റെ വഴി വീണ്ടും ആ ദേവാലയത്തിൽ അവസാനിക്കുക. രാവിലെ ഇതിന്റെ തുടക്കത്തിൽ കുരിശിന്റെ വഴി തുടങ്ങുന്നതിന് മുമ്പ് പ്രധാന സന്ദേശം, ദുഃഖവെള്ളി സന്ദേശം നൽകിയത് മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ബസേലിയോസ് മാർ ക്ലിമ്മിസ് കാതോലിക്ക ബാവയാണ്. അദ്ദേഹം ക്രൂശിന്റെ പ്രത്യേകതകളെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രൂശ് ഈ ലോകത്തിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ച്, നൽകിയ കാര്യങ്ങളെക്കുറിച്ച്, ഇനി നൽകാൻ പോകുന്ന പ്രതീക്ഷകളെക്കുറിച്ചുള്ള വാക്കുകളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ അദ്ദേഹത്തിന് ഒപ്പം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ അദ്ദേഹവും ഈ കുരിശിന്റെ വഴിയിൽ ഇപ്പോഴും തുടരുന്നു. ക്ലിമ്മിസ് കാതോലിക്ക ബാവ മുഖ്യ സന്ദേശം നൽകിയതിനു ശേഷം അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ദേവാലയത്തിലാണ് അദ്ദേഹം ഇന്ന് തിരുക്കർമ്മം അർപ്പിക്കുന്നത്, ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത്. എല്ലാ കത്തോലിക്ക സഭകളുടെയും സംയുക്തമായിട്ടുള്ള രീതിയിലാണ് ഈ തിരുവനന്തപുരത്ത് സാധാരണ കുരിശിന്റെ വഴി നടക്കുന്നത്. ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ പ്രാർത്ഥന പൂർത്തിയാക്കി നഗരം ചുറ്റി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലേക്കാണ് കുരിശിന്റെ വഴി പോകുന്നത്. ഇതിനുശേഷം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കത്തോലിക്ക സഭകളിലെ വിശ്വാസികളും അവരവരുടെ ദേവാലയങ്ങളിലേക്ക് പോകും. അതിനുശേഷം അവിടെയായിരിക്കും ദുഃഖവെള്ളിയുടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം തന്നെ നടക്കുക. ഈ കുരിശിന്റെ വഴി മാത്രമാണ് സംയുക്തമായിട്ട് ഇന്നുള്ളത്. വിവിധ സഭകളിൽ നിന്നുള്ള സിറോ മലബാർ സഭ, അതോടൊപ്പം തന്നെ മലങ്കര കത്തോലിക്ക സഭ, ലത്തീൻ കത്തോലിക്ക സഭ, അങ്ങനെ വിവിധ സഭകളിൽ നിന്നുള്ള വിശ്വാസികളാണ് ഇപ്പോൾ ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നത്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ വികാരിയാണ് കുരിശുമേന്തി നടക്കുന്നത്. തൊട്ടു പിന്നിൽ നമുക്ക് മലങ്കര കത്തോലിക്ക സഭയുടെ ബിഷപ്പ്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, അവരെല്ലാം തന്നെ ഈ കാണാം. കുരിശിന്റെ വഴിയിൽ അവരെല്ലാം തന്നെ അനുഗമിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ആ കുരിശിന്റെ വഴി ഇങ്ങനെ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നും തുടങ്ങുന്ന യാത്ര MLA ഹോസ്റ്റലിന്റെ ആ ഭാഗമെല്ലാം പിന്നിട്ട് നഗരം ഒന്ന് ചുറ്റി ഒരു 14 സ്ഥലങ്ങളിൽ പ്രാർത്ഥന പൂർത്തിയാക്കിക്കൊണ്ടാണ് അവിടെ സമാപിക്കുക. ശരി സ്റ്റെഫിൻ, വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. കുരിശിൻ്റെ വഴിയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് നിരവധി ഭക്തരാണ് അതിൽ പങ്കെടുക്കുന്നത്. 14 ഇടങ്ങളിൽ പ്രദക്ഷിണം ചെയ്യും കുരിശിൻ്റെ വഴി. വിശദാംശങ്ങളാണ് സ്റ്റെഫിൻ നൽകിയത്.